വിദ്യാഭ്യാസം മൗലികമായ അവകാശമാണെന്നും അത് എപ്രകാരമാണ് വിനിയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടത് വിദ്യാർത്ഥികളും മാതാപിതാക്കളാണെന്നും കൊല്ലം രൂപതാ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി കൊല്ലം സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ശക്തികുളങ്ങരയുടെ 75ാമത് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസം എന്നത് എഴുത്തും വായനയും പഠിക്കുക മാത്രമല്ല, പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കരുത്താർജിക്കുകയാണെന്ന് ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ മന്ത്രി ശ്രീ സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞു. ആർച്ച് ബിഷപ്പ് ദേവദാസൻ മരിയ ബെൻസിഗർ തിരുമേനിയും അഭിവന്യ ബിഷപ്പ് ദേവദാസൻ ജെറോം പിതാവും അഭിവന്യ ജോസഫ് ജി ഫെർണാണ്ടസ് പിതാവും സിഡ്നി ആർച്ച് ബിഷപ്പ് കർദിനാൾ നോർമൻ പിതാവും ആശീർവദിച്ച് അനുഗ്രഹിച്ച ശക്തികുളങ്ങരയുടെ കലാലയം സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്ലാറ്റിനം ജൂബിലി നിറവിൽ 7.5 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്നു. അനേകായിരങ്ങൾക്ക് വിദ്യ പകർന്നു നൽകി അവരെ രാഷ്ട്രനിർമ്മിതിക്കുതകും വിധം സമൂഹത്തിന്റെ മുഖ്യധാരയിലും വിവിധ സേവന മേഖലയിലും രാഷ്ട്രീയ കലാസാംസ്കാരിക ആത്മീയ മേഖലകളിലും ഉന്നതരാക്കാൻ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. 75ാമത് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കൊല്ലം രൂപതാ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പിതാവിന്റെ അധ്യക്ഷതയിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുകയും കൊല്ലം രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ബിനു തോമസ് ജൂബിലി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തുകയും MLA ഡോക്ടർ സുജിത് വിജയൻ പിള്ള അവാർഡ് വിതരണം നടത്തി ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. മാനേജർ ഫാദർ രാജേഷ് മാർട്ടിൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥിയും മത്സ്യഫെഡ് ചെയർമാനുമായ ശ്രീ ടി മനോഹരൻ, കൊല്ലം സമിതി സെക്രട്ടറി അനിൽ ജോൺ ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് ബിന്നി പൊയ്കയിൽ, സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് സീവർ മത്യാസ്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വിൻസെന്റ് ജെറോം, സ്കൂൾ ലീഡർ അബിത പീറ്റർ, പ്രഥമ അധ്യാപിക ഹെർമോയിൻ പാറ്റേഴ്സൺ, സീനിയർ അസിസ്റ്റന്റ് ആൻഡ് ജനറൽ കൺവീനർ ഡേവിഡ് ജോൺ, സ്റ്റാഫ് സെക്രട്ടറി മേഴ്സി ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യോഗത്തിന് ശേഷം മേളപതക്കത്തോടെ ജോഫിസ് 2024 നടത്തപ്പെട്ടു. രാത്രി 9 മണിക്ക് ഹെഡ്മിസ്ട്രസ് പതാക താഴ്ത്തിയതോടുകൂടി പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് തിരശീല വീണു. വിദ്യാർത്ഥികൾക്ക് മികച്ച സൗകര്യങ്ങളുമായി എല്ലാ ക്ലാസുകളും സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി സ്കൂൾ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നു. ജൂബിലി ആഘോഷങ്ങൾക്ക് ജനപ്രാതിനിധ്യം നൽകിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും ശക്തികുളങ്ങര ഇടവക സമൂഹവും സ്കൂൾ വികസന സമിതിയും സ്കൂൾ PTയും MPTയും സ്കൂളിനെ സ്നേഹിക്കുന്നവരും ഒന്നുചേർന്ന് ഒത്തൊരുമയിൽ ജൂബിലി ആഘോഷങ്ങൾ അതിന്റേതായ പൂർണ്ണതയിലെത്തിച്ചു. ഷിഗ്ന ന്യൂസ്, കൊല്ലം.